റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പൂക്കികളെ സൂക്ഷിച്ചോളൂ, പിഴ വീഴും. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ കോളടിച്ചിരിക്കുകയാണ് സർക്കാരിന്. 44 ദിവസത്തിനിടെ പിഴയിട്ടത് 1 കോടി രൂപയാണ്. 86.35 ലക്ഷം രൂപയാണ് മെയ് മാസത്തെ പിഴത്തുക. 71.5 ലക്ഷം രൂപ മെയ് മാസം പിഴ ലഭിച്ചവരിൽ നിന്ന് ഈടാക്കാനുണ്ട്. ജൂണിൽ ഇതുവരെ 480 കേസുകളായി 14 ലക്ഷം രൂപ പിഴ നൽകി. മോഡിഫിക്കേഷൻ വരുത്തിയാൽ പിടി വീഴില്ലെന്ന് കരുതി രൂപമാറ്റം വരുത്തുന്നത് വർദ്ധിച്ചിട്ടുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു പൂക്കി പയ്യൻ എൻ്റെ അയൽക്കാരനായിട്ടുണ്ട്. അവൻ ഇന്നലെ എന്നെ കണ്ടപ്പോൾ പറയാ, ചേട്ടാ ഞാൻ എൻ്റെ ബൈക്കൊന്ന് മോഡിഫൈ ചെയ്തു, നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി തന്ന ഉറപ്പല്ലേ, അതുകൊണ്ട് അത് നടക്കും തീർച്ചയായിട്ടും, അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസയൊക്കെ ചിലവാക്കി ഒന്ന് സ്റ്റൈലാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് ചെത്തിപ്പൊളിക്കട്ടെ ഞാൻ എൻ്റെ ബൈക്കെന്നും പറഞ്ഞിട്ട് അവൻ എൻ്റെ തൊട്ടടുത്തു കൂടെ അങ്ങ് പോകുമ്പോഴേ ഈ ഫ്രണ്ട് ചക്രങ്ങ് മേലേക്ക് ആകാശത്തേക്കായിട്ട് പോക്കി പിന്നൊന്ന് താഴേക്ക് പറന്നുയർന്ന് ഈ എന്താ പറയണ്ടേ ഡൈവിങ് നടത്തുന്ന പോലെ റോഡ് വഴിയൊന്ന് പോകുന്ന കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിത്തരിച്ചു പോയി. ഇപ്പം ഈ വാർത്തയും കൂടെ കേട്ടപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു സുഖം നമുക്ക് പിടുത്തം കിട്ടുന്നത്. ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നേതാക്കന്മാർ മാറി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. നമ്മുടെ നാട് നേരിടുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ ഈ വാഹന മോഡിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടതില്ലേ? വാഹനം എന്തിനുള്ളതാണ്? യാത്ര ചെയ്യാനുള്ളതാണ്. മനുഷ്യൻ്റെ സഞ്ചാര സൗകര്യം വർദ്ധിപ്പിക്കാനുള്ളതാണ്. എന്തുമാത്രം സൗകര്യങ്ങളും നമുക്ക് വണ്ടിക്കുള്ളിലൊക്കെ സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ യാത്ര കംഫർട്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതിനുവേണ്ടി വാഹന നിർമ്മാതാക്കൾ തന്നെ കാലാകാലങ്ങളിൽ അത് മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. അത് ബന്ധപ്പെട്ട സർക്കാർ സംവിധാനത്തിൽ നിന്ന് പെർമിഷനൊക്കെ എടുത്തിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാലോചിതമായ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. പിന്നെ ഈ എന്തെല്ലാം മാറ്റങ്ങൾ പുറമേക്ക് വരുത്തി താൻ മറ്റുള്ളവരിൽ നിന്നൊക്കെ വിഭിന്നനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഈ പൂക്കിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണാധികാരികൾ കൂടെ കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് മഹാകഷ്ടമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതും വോട്ട് കിട്ടി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ആ മാർഗം ഉപയോഗിക്കുകയും അത് പിന്നീട് പണം സമ്പാദിക്കാൻ സർക്കാരിലേക്ക് ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ളൊരു വാർത്തയുമായി ഇതിനെന്ന് ബന്ധിപ്പിച്ചു നോക്കൂ. നമുക്ക് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് പടുവിഡ്ഢിത്വവും വിളിച്ചു പറയുക, എന്നിട്ട് പിന്നീട് അത് നടപ്പിലാക്കാൻ കഴിയാതിരിക്കുക, അത് വെച്ചുകൊണ്ട് ഈ സർക്കാരിന് പണം സമ്പാദിക്കാനുള്ള വഴി ഉണ്ടാക്കുക. ഇപ്പോൾ വണ്ടികൾക്ക് പിഴ ഈടാക്കുന്നു. കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് 1 കോടി രൂപയാണ് അത്ര സർക്കാരിലേക്ക് ഈ മോഡിഫിക്കേഷൻ നടത്തിയ പടുവിഡ്ഢികളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ പൂക്കികളൊക്കെ പാടെ തങ്ങളുടെ ഈ ഭരണാധികാരിയെ പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയില്ല. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതുപോലെ ഈ KSRTC അറിയാം, ഒരു പൊതുമേഖലാ സ്ഥാപനം, അത് നഷ്ടത്തിലാണ് ഓടുന്നത്. കുറേ കാലമായി അതിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് പലരും ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുകയാണ്. ഒരു പരിധി വരെ അതിനെ പതുക്കെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അതിലിപ്പോൾ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമ്മളൊന്ന് കണ്ടു നോക്കും. ഒരു കമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് ആണത്. അതിലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താ പറഞ്ഞത്, എല്ലാ സ്ത്രീകൾക്കും എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് യാത്ര പോവാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ തീർത്ഥയാത്ര പോവാം, അമ്പലങ്ങളിൽ പോകണോ മറ്റു പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെ പ്രധാനപ്പെട്ട ആള് തന്നെ വീടാന്തരം കയറിയിട്ട് വോട്ടെല്ലാം പെട്ടിയിലാക്കാൻ വേണ്ടി ശ്രമിച്ച കാഴ്ച കണ്ടു. ഇപ്പോൾ പറയുന്നത് ഓർഡിനറി ബസ്സിൽ ഇപ്പോൾ പറ്റുള്ളൂ എന്ന് പറയുന്നു, ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാന്ന് പറയുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ആലോചിക്കാൻ പറ്റില്ലായിരുന്നോ? ഈ സ്ഥാപനം നഷ്ടത്തിലാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയുന്ന കാര്യമായിരുന്നല്ലോ. ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളമ്പി അധികാരം കൈക്കലാക്കിയതിന് ശേഷം പിന്നീട് വാക്കുമാറുകയും അതിൽ ഒട്ടും തന്നെ ഉളുപ്പ് തോന്നാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കളും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാനും ചെയ്യാം? നമ്മൾ അർഹിക്കുന്ന ഭരണാധികാരികളെ നമുക്ക് കിട്ടൂ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. മറ്റൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ വോട്ടർമാരുടെ മുന്നിൽ വെച്ച് അധികാരം കിട്ടിയ ഈ സർക്കാർ ഈ വോട്ടർമാരോട് നീതി ചെയ്തുവോ എന്ന് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അവർ അത് കമൻറ്റ് ബോക്സിലിടട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.